ഈണമാക്കൽ കർഷക സമരത്തിന് പരിഹാര നടപടിയുമായി കൃഷി വകുപ്പ് മന്ത്രി രംഗത്ത്. കർഷക സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി കോൾ കർഷക സംഘം. നഷ്ടപ്പെട്ട ക്ഷേത്രം ഭൂമികൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങിയാൽ പുതിയൊരു വിമോചന സമരത്തിന് അരങ്ങൊരുങ്ങുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി. കാതികുടം നീറ്റ ജലറ്റിൻ കമ്പനിയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് താൽക്കാലികമായി അയവ്. ഉൽപാദനം പുനരാരംഭിക്കാൻ കഴിയാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു. മാളയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കിലിൽ നിന്ന് 366 ഗ്രാം സ്വർണവുമായി മുങ്ങിയ കേസിൽ ഒരാൾ പിടിയിൽ. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം ഇരിങ്ങാലക്കുട സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബാധ്യത വരുത്തിയതായി ബാങ്ക് അധികൃതർ. ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് ദേവസ്വം ചെയർമാൻ. നമസ്കാരം. ഏനമാക്കൽ വളയംബണ്ട് കർഷക സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ അനുനയ ശ്രമവുമായി കൃഷി വകുപ്പ് മന്ത്രി രംഗത്ത്. കർഷക സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി കോൾ കർഷക സംഘം. ചിമ്മിനി ഡാമിൽ നിന്ന് കോൾ മേഖലയിലേക്ക് വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് കർഷകർ ഏനമാവ് ബണ്ടിന് സമീപം രാപ്പകൽ സമരം തുടങ്ങിയത്. ഇതിനു പുറമെ നിർമ്മാണത്തിലിരിക്കുന്ന ഏനമാവ് ബണ്ട് വേലിയേറ്റത്തിൽ തകർന്നതും കോൾ മേഖലയിലേക്ക് വൻതോതിൽ ഉപ്പുവെള്ളം കയറിയതും കർഷക രോഷം വർദ്ധിപ്പിച്ചു. ഏനമാവിൽ കർഷകർ രാപ്പകൽ സമരം തുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഏനമാവിൽ കർഷകർ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ ജില്ലാ കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. ചിമ്മിനി വെള്ളം അടിയന്തരമായി തുറന്നുവിടണമെന്ന് കോൾ കർഷക സംഘം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. എട്ടുമുന ഹെർബർട്ട് ലിങ്ക് കനാൽ ഷട്ടറിന് താഴെ നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് ബണ്ട് പൊളിച്ചു മാറ്റണമെന്നും കോൾ കർഷക സംഘം ആവശ്യപ്പെട്ടു. ഈ സമരത്തിന് പൂർണ്ണമായ പിന്തുണ ജില്ലാ കോൾ കർഷക സംഘം ഇന്നത്തെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. ചിമ്മിനിയിൽ നിന്ന് വെള്ളമിട്ടെങ്കിലും ആ വെള്ളം എട്ടുമന ഇല്ലിക്കൽ റെഗുലേറ്ററിൻ്റെ മേൽഭാഗത്ത് ഹെർബർട്ട് കനാൽ ലിങ്ക് കനാലിൻ്റെ പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന ഷട്ടറിൻ്റെ പണികൾ തീർത്തപ്പോൾ അതിൻ്റെ അടിഭാഗം 50 സെൻറ്റിമീറ്റർ ഉയർത്തി കോൺക്രീറ്റ് ബെഡ് വാർക്കുകയുണ്ടായി. കരൂരിന് പുഴയിൽ അത്തരം വെള്ളം ഉയർന്നതിന് ശേഷം മാത്രമേ ഈ ലിങ്ക് കനാലിലേക്ക് വെള്ളം കിടക്കുള്ളൂ. അതുകൊണ്ട് ഈ ഏനാമാവ് റെഗുലേറ്ററിൻ്റെ പരിസരങ്ങളിലും അതുപോലെ തന്നെ പറപ്പൂർ മേഖലയിലൊക്കെ വെള്ളം എത്തുന്നതിന് വളരെ സാവകാശം വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം. കർഷക സമരം അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഏനാമാവ് ബണ്ട് സമരത്തിന് നേതൃത്വം നൽകുന്ന കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന കോൾ കർഷക സംഘം ഓഫീസിലേക്ക് കൃഷി വകുപ്പ് മന്ത്രി നേരിട്ടെത്തിയാണ് സംഘം നേതാക്കളുമായി ചർച്ച നടത്തിയത്. ജില്ലയിലെ കോൾ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കൃഷി ഇറിഗേഷൻ വകുപ്പുകളുടെ സംയുക്ത യോഗം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ TCBയോട് പറഞ്ഞു. ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം കൂടുതൽ അളവിൽ തുറന്നുവിട്ട് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനു പുറമെ ഏനമക്കൽ വളയം ബണ്ട് ബലപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചിമ്മിനി ഡാമിലെ വെള്ളം ഓരോ പ്രദേശത്തും അതാത് ലെവലനുസരിച്ച് കിട്ടുമെന്ന് ഉറപ്പാകത്തക്ക വിധത്തിലൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് അഡ്വൈസറി കമ്മിറ്റി വിളിക്കാതെ പല കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കർഷകർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് അഡ്വൈസറി കമ്മിറ്റി വിളിച്ച് ഇത് നിരന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും മുമ്പ് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തതിന് അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കർഷക സംഘടനകൾക്ക് അവരവരുടെ പോൾപ്പാടങ്ങൾക്ക് അതിനാവശ്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് വെള്ളത്തിൻ്റെ ഉപയോഗം ക്രമീകരിക്കാൻ വേണ്ടി പറ്റും. അത് പ്രകാരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ജില്ലാ ലെവലിൽ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ചർച്ച നടത്തിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം എട്ടുമുന ഹെർബർട്ട് ലിങ്ക് കനാലിന്റെ ഷട്ടറിന് താഴെ നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് ബണ്ട് പൊളിച്ചു നീക്കണമെന്ന കോൾ കർഷക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആവശ്യം മന്ത്രി തള്ളി. വിദഗ്ധ അഭിപ്രായം തേടാതെ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു. TCB തൃശൂർ. ഏനമാവ് റെഗുലേറ്ററിന് കിഴക്ക് ഭാഗത്തായി ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഫേസ് കനാലിന് കുറുകെ നിർമ്മിക്കുന്ന താൽക്കാലിക വളയംകെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടാമതും പൊട്ടി. വെള്ളിയാഴ്ച പുലർച്ചെ ശക്തമായ വേലിയേറ്റത്തിൽ വളയംകെട്ട് രണ്ടിടത്തായി തകർന്നിരുന്നു. ചിമ്മിനി പീച്ചി ഡാമുകൾ തുറന്നതോടെ ഫേസ് കനാലിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുഴയിൽ വേലിയിറക്ക സമയമായതിനാൽ ഫേസ് കനാലിൽ നിന്നും പുഴയിലേക്കാണ് തകർന്ന ഭാഗത്തിലൂടെ വെള്ളമൊഴുകിയത്. വേലിയേറ്റം അതിജീവിക്കാൻ വളയംകെട്ടിന് കഴിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഏനമാവ് റെഗുലേറ്റർ പരിസരത്ത് രാപ്പകൽ സമരം നടത്തുന്ന നെൽകർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CN ജയദേവൻ MP എത്തി.
ഏനമാവ് മുല്ലശ്ശേരി മേഖലയിലെ കോൾപടവുകളിലേക്ക് ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് കൃഷിനാശം സംഭവിക്കാതിരിക്കാൻ ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം അടിയന്തരമായി എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കർഷക സമരത്തിന് പിന്തുണയുമായി എത്തിയ എംപിയോടൊപ്പം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ്, NK സുബ്രഹ്മണ്യൻ എന്നിവരുമുണ്ടായിരുന്നു. BJP ജില്ലാ അധ്യക്ഷൻ A. നാഗേഷും നെൽകർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി എത്തിയിരുന്നു. സമരസമിതി ചെയർമാൻ P. പരമേശ്വരനെ ഷാൾ അണിയിച്ച് നാഗേഷ് സമരത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജബ്ബാർ വെങ്കിടങ്ങ്, പ്രേമൻ നമ്പിയത്ത് തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട ക്ഷേത്രം ഭൂമികളെല്ലാം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയാൽ പുതിയൊരു വിമോചന സമരത്തിന് അരങ്ങൊരുങ്ങുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ഇതിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ലെന്നും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരിങ്ങാലക്കുട ഠാണാവിൽ കൂടൽമാണിക്യം ദേവസ്വം നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു, കൂടൽമാണിക്യം ദേവസ്വം പ്രസിഡന്റ് U. പ്രദീപ് മേനോൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ, വാർഡ് കൌൺസിലർ സംഗീത ഫ്രാൻസിസ്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ MM സുമ തുടങ്ങിയവർ പങ്കെടുത്തു. ശിലാസ്ഥാപനത്തിന് മുൻപായി തന്ത്രി MP പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഭൂമിപൂജ നടന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടം സെപ്റ്റംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാതിക്കുടം നീറ്റ ജലറ്റിൻ കമ്പനിയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് താൽക്കാലികമായി അയവ്. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ലേ ഓഫ് പിൻവലിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ പുതിയ അറിയിപ്പ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചതാണ് ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ആശ്വാസമായത്. എങ്കിലും കമ്പനിയിൽ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ കഴിയാത്തത് തൊഴിലാളികളെ അലട്ടുന്നുണ്ട്. ഏതു സമയവും കമ്പനിക്ക് താഴെ വീഴുമെന്ന് അവർ ഭയപ്പെടുന്നു. പുഴയിൽ നിന്നും കമ്പനിയിലേക്ക് വെള്ളം എടുക്കുന്നത് തടയുന്ന കാടുകുറ്റി പഞ്ചായത്തിന്റെ നിലപാടിന് എതിരെ പ്രതിഷേധം അറിയിക്കുവാനാണ് യൂണിയനുകളുടെ തീരുമാനം. ഇതിനിടെ ജനുവരി 3-ന് വകുപ്പ് മന്ത്രി EP ജയരാജൻ തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്ന യോഗം നിർണായകമാകും. മാളയിൽ 17-കാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള പള്ളിയിൽ ബിബീഷിനെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 27-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തിയത്. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി വ്യക്തമായി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. പാലക്കലിൽ നിന്ന് 366 ഗ്രാം സ്വർണവുമായി മുങ്ങിയ കേസിൽ ഒരാളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാൾ ഹൗറ സ്വദേശി അലിയെയാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കലിൽ 20 വർഷമായി സ്വർണ്ണ പൊള്ള നിർമ്മാണ സ്ഥാപനം നടത്തുന്ന രാജു പണ്ഡിറ്റ് എന്നയാളാണ് പാലക്കൽ പ്രദേശത്തെ 6 പേരുടെ സ്വർണവുമായി മുങ്ങിയത്. പാലിശ്ശേരി തുമ്പയിൽ ശങ്കരന്റെ മകൻ പ്രജീഷിന്റെ 115 ഗ്രാം, ബിനീഷിന്റെ 80 ഗ്രാം, തട്ടിൽ ജോഫിയുടെ 31 ഗ്രാം, സുധീഷിന്റെ 36 ഗ്രാം, പ്രദീപിന്റെ 44 ഗ്രാം, കണ്ണന്റെ 60 ഗ്രാം എന്നിങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെട്ടത്. സ്ഥാപനം നടത്തിയിരുന്ന രാജു പണ്ഡിറ്റിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം ഇരിങ്ങാലക്കുട സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പലവ്യഞ്ജനങ്ങൾ വാങ്ങിയ ചെലവിൽ 25 ലക്ഷത്തിലധികം രൂപ നൽകാൻ ബാക്കിയുണ്ടെന്ന് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടൽമാണിക്യം ദേവസ്വത്തിൽ 2014 അധികാരമേറ്റ മുൻ ഭരണസമിതിയുടെ കാലത്ത് നവംബർ മാസം മുതൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കായി പലവ്യഞ്ജന വസ്തുക്കൾ വാങ്ങിയതിൽ ബാങ്ക് വഴി പലതവണയായി തുക നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ 25,58,723 രൂപയോളം ദേവസ്വം ഇനിയും നൽകാനുണ്ടെന്നും ഡിസംബർ 2-ന് മുൻപായി കണക്ക് തീർക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്നും ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ പറയുന്നു. എന്നാൽ ദേവസ്വവുമായി ഉണ്ടായിരുന്ന ബിസിനസ് ഇടപാട് സംബന്ധിച്ച് ഇരിങ്ങാലക്കുട സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ ദേവസ്വത്തിനെ അപകീർത്തിപ്പെടുത്തും വിധം പ്രസ്താവന നടത്തിയത് ഖേദകരമാണെന്നും വിഷയം ദേവസ്വം ഗൌരവമായാണ് കാണുന്നതെന്നും അനുയോജ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ദേവസ്വം ചെയർമാൻ U. പ്രദീപ് മേനോൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. അന്തിക്കാട് ആലിന് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. അന്തിക്കാട് സ്വദേശി മാമ്പുള്ളി വീട്ടിൽ 39 വയസ്സുള്ള വിനയചന്ദ്രനാണ് മരിച്ചത്. അന്തിക്കാട് മീര സ്റ്റുഡിയോ ഉടമയാണ്.
സഹകരണ ബാങ്ക് വഴി നൽകുന്ന ക്ഷേമ പെൻഷനുകളിൽ നിന്നും നിർബന്ധിത പിരിവ് നടത്തുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സ്ത്രീകളുടെ മുന്നേറ്റത്തെ തകർക്കുവാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് പുറകിലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. നവീകരിച്ച വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയബാധിതർക്ക് സഹകരണ സംഘങ്ങൾ 200 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തുണ്ടാകുന്ന സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തെ തകർക്കാൻ എന്തിനാണ് ഇങ്ങനെ തെറ്റായ വ്യാജ പ്രചാരം നടത്തുന്നത്? സ്ത്രീകൾ എന്നും അടിമകളായി കഴിയണം എന്നാണോ? രണ്ടാം തരക്കാരായി സ്ത്രീകൾ മാറണമെന്നാണോ? ഇപ്പൊ ഈ സദസ്സ് എടുത്തു നോക്കിയ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. ആ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങളെയും അവകാശങ്ങളെയും നിഷേധിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോൾ സ്ത്രീകളുടെ മുന്നേറ്റം ഇപ്പം മാത്രമല്ല, ഏത് കാലത്തുണ്ടായിട്ടുണ്ട്. 2000 പാവപ്പെട്ട ആളുകൾക്ക് ഈ സഹകരണ സ്ഥാപനം 5 ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ മുതൽ മുടക്ക്. അത്തരം വീടുകൾ നിർമ്മിക്കുകയാണ്. സഹകരണ ബാങ്ക് പ്രസിഡന്റ് MT വേലായുധൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PK ബിജു MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ KH സ്വാലിഹയെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. കടവല്ലൂരിൽ 2 വീടുകളിൽ മോഷണം. 7 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി. കടവല്ലൂർ പാറപ്പുറം മുട്ടിപ്പാലങ്കൽ മമ്മിക്കുട്ടി, പത്തായിത്തിങ്കൽ കുഞ്ഞിപ്പ എന്നിവരുടെ വീടുകളിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. മമ്മിക്കുട്ടിയുടെ വീടിന്റെ ജനൽ തകർത്ത് 2 പവന്റെ പാദസരവും കുഞ്ഞിപ്പയുടെ വീട്ടിൽ നിന്ന് 3 വളയും 1 മാലയും ഉൾപ്പെടെ 5 പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാവിന്റെ ദൃശ്യം പരിസരത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ സിനിമാ താരത്തിന്റെ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കാട്ടൂർ വെള്ളാനി സ്വദേശി കോതാളത്ത് നിതീഷിനാണ് പരിക്കേറ്റത്. തീവണ്ടി ഫെയിം സംയുക്ത മേനോൻ സഞ്ചരിച്ചിരുന്ന കാറുമായാണ് മോട്ടോർ ബൈക്ക് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ BKR ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലും പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംയുക്ത മേനോനും ഡ്രൈവറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃപ്രയാറിൽ മാൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് സംയുക്ത മേനോൻ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി സാമൂഹ്യ പ്രത്യാഘാത നിർണയ യൂണിറ്റ് ഭൂവുടമകളുടെ യോഗം ചേർന്ന് പരാതികൾ കേട്ടു. ഗുരുവായൂർ മൃഗാശുപത്രി ഹാളിൽ നടന്ന യോഗത്തിൽ സ്ഥലം നഷ്ടപ്പെടുന്ന ഭൂവുടമകൾ പങ്കെടുത്ത് നിർദ്ദേശങ്ങളും പരാതികളും അറിയിച്ചു. മേൽപ്പാലം വരുന്നത് തങ്ങളുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്നും ചിലർ പരാതിപ്പെട്ടു. മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റണമെന്നും ഏതാനും പേർ ആവശ്യപ്പെട്ടു. ഭൂവുടമകളുമായുള്ള ചർച്ചകളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം സാമൂഹ്യ പ്രത്യാഘാത നിർണയ യൂണിറ്റ് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സർക്കാർ അധികാരികൾക്ക് നൽകും. ഭൂമി ഏറ്റെടുക്കുന്ന ഭൂവുടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും 2013 കേന്ദ്ര ആക്ട് 30 അനുസരിച്ചുള്ള സാമൂഹ്യ പ്രത്യാഘാത റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായാണ് യോഗം ചേർന്നത്. കാർഷിക യന്ത്ര കച്ചവടക്കാർക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് അഗ്രികൾച്ചർ മെഷീനറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1 മുതൽ യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി കേന്ദ്ര സർക്കാർ DPT പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലന ക്ലാസ് നടത്തുന്നത്. ഞായറാഴ്ച ഹോട്ടൽ അശോക ഇന്നിൽ ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചറൽ മെഷീനറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PC പ്രസാദ്, സെക്രട്ടറി ഷിജിത് കാവുങ്ങൽ, ടെക്നിക്കൽ അഡ്വൈസർ സിന്ധു ഭാസ്കരൻ, MP കമറുദ്ദീൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുവർഷ തലേന്ന് തീരദേശ മേഖലയിൽ രാത്രികാല വാഹന പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. തിങ്കളാഴ്ച രാത്രി മുതൽ പുതുവത്സര ദിവസം രാവിലെ വരെ വാഹന പരിശോധന നടത്തും. ഡിസംബർ മാസത്തിൽ ഇതുവരെ 2,47,300 രൂപയാണ് വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഡ്രൈവർമാരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയത്. ഇതിൽ 47 ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. അമിതവേഗത്തിൽ വാഹനമോടിക്കുന്നവരും മൊബൈലിൽ സംസാരിച്ച് വാഹനമോടിക്കുന്നവരുമാണ് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങിയവരിൽ അധിക പങ്കും. ധന്യനായി വാഴ്ത്തപ്പെട്ട ഫാദർ അഗസ്റ്റിൻ ജോൺ ഊക്കനാച്ചന്റെ കബറിടത്തിൽ ശംഷാബാദ് പ്രഥമ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സന്ദർശനം നടത്തി. ഊക്കനാച്ചനെ ദേവദാസനാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് റാഫേൽ തട്ടിലായിരുന്നു. ചൊവ്വന്നൂരിലെ വലിയ നക്ഷത്രമാണ് ഊക്കനാച്ചനെന്നും ഊക്കനാച്ചൻ നയിച്ച പാതയിലൂടെയാണ് നമ്മുടെ സഞ്ചാരമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാതൃസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് മാർ റാഫേൽ തട്ടിൽ സമ്മാനങ്ങൾ നൽകി. പള്ളി വികാരി ഫാദർ അനീഷ് നെല്ലിക്കൽ, കൈക്കാരന്മാരായ
PD ഷിജു, MV ഡൊമിനിക്, ജോയ് എടകളത്തൂർ എന്നിവർ ബിഷപ്പിനെ സ്വീകരിച്ചു. നിർധന കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സി. അച്യുതമേനോൻ ഭവന പദ്ധതിയുടെ ഭാഗമായി പൂവണിയുന്നു. നിർമ്മാണം പൂർത്തീകരിച്ച വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വീടിന്റെ താക്കോൽ സമർപ്പണം CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ നിർവഹിക്കുമെന്ന് CPI നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെക്കങ്കര പഞ്ചായത്തിലെ മലാക്ക മിച്ചഭൂമി കോളനിയിൽ താമസിക്കുന്ന അസുഖബാധിതരായ കുട്ടികളുടെ മാതാവ് പല്ലിക്കാട്ടിൽ ഇന്ദിരയ്ക്കാണ് പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറുന്നത്. CPI നേതാക്കളായ MR സോമനാരായണൻ, KK ചന്ദ്രൻ, VJ ബെന്നി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. മാന്യമഹാജനങ്ങളെ, നിങ്ങൾ അറിഞ്ഞോ, കുന്നംകുളത്ത് നമ്മുടെ കേരള വസ്ത്രാലയത്തിൽ ഇപ്പോൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കേരള വസ്ത്രാലയത്തിന്റെ പുറകുവശത്ത് യേശുദാസ് റോഡിൽ രണ്ടിടങ്ങളിലായി ഒരേ സമയം നിരവധി കാറുകൾ പാർക്ക് ചെയ്യുവാൻ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ ഇനി നിങ്ങളുടെ ഷോപ്പിംഗിന് ഇരട്ടി മധുരമേകും. ഇഷ്ടം പോലെ സെലക്ഷനും വിലക്കുറവും മികച്ച സേവനവും 85 വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ ഇനി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളുടെയും വിപുലമായ ശേഖരം. എല്ലാവർക്കും കേരള വസ്ത്രാലയത്തിന്റെ നന്മ നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ജനുവരി 8, 9 തീയതികളിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. INTUC എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CK നാരായണൻ അധ്യക്ഷനായി. സെക്രട്ടറി സഫീന അസീസ്, KSEB വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ, വിവിധ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനം CITU നേതാവ് UK മണി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ URCയുടെ നേതൃത്വത്തിൽ അരണാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ തണൽക്കൂട്ടം സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ സഹപാഠികളുമായ 50ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം മേയർ അജിത വിജയൻ നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ നഗരത്തിലെ സബ്വേ കാൽനട യാത്രക്കാർ പ്രയോജനപ്പെടുത്തുന്നതിന് പ്രോത്സാഹനമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർ സേന രംഗത്ത്. കാൽനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ സബ്വേ ഉപയോഗിക്കാത്തതുമൂലം അപകടങ്ങളും ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വളണ്ടിയർ സേന രംഗത്തിറങ്ങിയത്. 25ഓളം വളണ്ടിയർ സേനയാണ് നഗരത്തിലിറങ്ങിയത്. വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് സബ്വേ ഉപയോഗിച്ചവർക്ക് മിഠായിയും വിതരണം ചെയ്തു. വിയോജിപ്പ് മൂലം NSSൽ നിന്ന് വിട്ടുപോന്ന ഊരകം NSS പുതിയ ചിഹ്നവുമായി ജനുവരി 1 പ്രഥമ പതാക ദിനം ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓലക്കുടയും താളിയോല ഗ്രന്ഥവും കലപ്പയും ഉടവാളും ചിഹ്നമായ മഞ്ഞപ്പട്ടാണ് പുതിയ പതാക. 1955-ൽ മന്നത്ത് പത്മനാഭന്റെ സാന്നിധ്യത്തിൽ അംഗത്വമെടുത്ത ഊരകം NSS 2 വർഷം മുൻപാണ് വിയോജിപ്പ് മൂലം സ്വന്തം ബൈലോയുമായി സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ കോരമ്പത്ത് ഗോപിനാഥൻ, കൊമ്പത്ത് അജു, കണ്ണോളി രാജഗോപാൽ, അംഗത്തിൽ അയ്യപ്പദാസ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി. DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MU ഉമറുൾ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പിള്ളി, DCC സെക്രട്ടറി CS രവീന്ദ്രൻ, ബേബി തോമസ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധി സ്മൃതി പദയാത്ര DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KC പ്രദോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CC ബാബുരാജ്, സുധാകരൻ മണപ്പാട്ട് എന്നിവർ സംസാരിച്ചു. റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള NCC സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. 111 കേഡറ്റുകളും 5 കുതിരകളും ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് ഒരു മാസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ തൃശൂർ 7ാം വനിതാ ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ H പത്മനാഭൻ, ലഫ്റ്റനന്റ് KS ഷഹീദ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കുന്നംകുളം മേഖലാ കൺവെൻഷൻ കുന്നംകുളം ബോയ്സ് സ്കൂളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം സംഘടനാ പ്രസിഡന്റും സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാനുമായ സേവ്യർ പുൽപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷനായിരുന്നു. സർഗ വനിതാ സംസ്ഥാന പ്രസിഡന്റ് CS രമാദേവി,
മനോമോഹൻ, ജയസൂര്യ തുടങ്ങിയവർ സംബന്ധിച്ചു. കലയും സാഹിത്യവും കേരളീയ നവോത്ഥാനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ KPS പയ്യനടം, വാസൻ പുത്തൂർ, പി കൃഷ്ണനുണ്ണി, PS അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സാംസ്കാരിക സംവാദയാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. കേരളോർമ്മ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പി തങ്കം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. VK ഹാരി ഫാബി, പി ഭാഗ്യലക്ഷ്മിയമ്മ, വി മുരളി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാംസ്കാരിക സംവാദയാത്രയ്ക്ക് തൃശൂരിലും സ്വീകരണം നൽകി. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗീതായനം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. മെട്രോമാൻ, പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ, ഭാര്യ രാധാ ശ്രീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഗീതാ പാരായണത്തിൽ 1008 കുട്ടികൾ പങ്കെടുക്കും. ഭാരവാഹികളായ ഐനിപ്പുള്ളി വിശ്വനാഥൻ, ശ്രീകുമാർ P. നായർ, P. വേണുഗോപാലമേനോൻ, മുരളി അകമ്പടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എരുമപ്പെട്ടി റേഞ്ച് ഇസ്ലാമിക കലാമേള നടത്തി. കടങ്ങോട് പള്ളിപ്പുറം മദ്രസയിൽ നടക്കുന്ന കലാമേളയുടെ ഉദ്ഘാടനം SMF മേഖലാ ട്രഷറർ അലവി നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ആദൂർ അധ്യക്ഷത വഹിച്ചു. AKS തങ്ങൾ, റേഞ്ച് പ്രസിഡന്റ് ഉസ്മാൻ ദാരിമി, സെക്രട്ടറി മുസ്തഫ ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. 14 മദ്രസകളിൽ നിന്നായി 300-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുത്തു. സംസ്ഥാന അക്കാദമിക് ഫുട്ബോൾ ലീഗിന് അളകപ്പ നഗറിൽ തുടക്കമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ ഷാജു കാളിയങ്കര, കലാപ്രിയ സുരേഷ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമകൂട്ടൻ എന്നിവർ സംസാരിച്ചു. കൊടകര ഫുട്ബോൾ അക്കാദമിയും ഗുരുവായൂർ FCയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാരോപിച്ച് BJP കൌൺസിലർമാർ കൊടുങ്ങല്ലൂർ CDS ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടികജാതി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് VG ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത് ലാൽ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് KS ശിവറാം, പ്രേംജി, KA സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രീതി സതീഷ്, NK കബീർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റി ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി. മേനോൻ ബസാറിൽ നിന്ന് ആരംഭിച്ച പദയാത്ര DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP ജോൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM നാസർ മുഖ്യാതിഥിയായിരുന്നു. VA മുഹമ്മദ്, CA റഷീദ്, MA അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. AKTA പ്രസിഡന്റ് വസുന്ധര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രേമലത, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി ഗാന്ധി സ്മൃതി പദയാത്ര സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. AR രാധാകൃഷ്ണൻ പതാക കൈമാറി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മാളയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇഫ്തി ഖറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജോൺ കെന്നഡി അധ്യക്ഷത വഹിച്ചു. TU രാധാകൃഷ്ണൻ, AA അഷ്റഫ്, PD ജോസ്, നിർമ്മൽ സി പാത്താടൻ, TM രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ കൂട്ടായ്മയുടെ പ്രഥമ ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. തിരുവത്ര നിവാസികളായ ഗൾഫ് സംഘടനകളുടെ സഹകരണത്തോടുകൂടിയാണ് കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. മനയത്ത് യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. M ഫാറൂഖ് ഹാജി, TM സലാം, PM നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ഏനമാക്കൽ കർഷക സമരത്തിന് പരിഹാര നടപടിയുമായി കൃഷിവകുപ്പ് മന്ത്രി രംഗത്ത്. കർഷക സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി കോൾ കർഷക സംഘം. നഷ്ടപ്പെട്ട ക്ഷേത്രം ഭൂമികൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങിയാൽ പുതിയൊരു വിമോചന സമരത്തിന് അരങ്ങൊരുങ്ങുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി. കാതിക്കുടം നീറ്റ ജലറ്റിൻ കമ്പനിയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് താൽക്കാലികമായി അയവ്. ഉൽപാദനം പുനരാരംഭിക്കാൻ കഴിയാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു. മാളയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കിലയിൽ നിന്ന് 366 ഗ്രാം സ്വർണവുമായി മുങ്ങിയ കേസിൽ ഒരാൾ പിടി.
ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വം ഇരിങ്ങാലക്കുട സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബാധ്യത വരുത്തിയതായി ബാങ്ക് അധികൃതർ. ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് ദേവസ്വം ചെയർമാൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.